ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വെണ്ടയ്ക്ക തീയൽ വയ്ക്കുക. അതിനാവശ്യമായ 2 തക്കാളി, ഒരു 3 പച്ചമുളക്, കുറച്ച് വെണ്ടയ്ക്ക, 5 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അത് ഈ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും ഈ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുളക് 2ആയി കീറിയെടുത്തതാണ്. തക്കാളി ഇതേ വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായ തേങ്ങ ഒന്ന് വറുത്തെടുക്കുക. അതിന് വേണ്ടി ഒരു മുറി തേങ്ങ ഞാൻ തിരുകി വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഒരു 6 കഷ്ണം ചെറിയ ഉള്ളി, പെരുംജീരകം, ലേശം പെരുംജീരകം ഇട്ടിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ലേശം ഉലുവായും കൂടെ ഇടാം. പച്ച ഉലുവയാണ്, അതും കൂടെ ഇടാം. ഒരു 4 ചെറിയ വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ വറുത്തെടുക്കാം. ഒരു അരപ്പരുവാകുമ്പോൾ നമുക്ക് ഒരു ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുമ്പോൾ നല്ല മൂത്ത് കിട്ടും. വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ മുപ്പിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിൽ ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യമായ പൊടി ഐറ്റം ഇടാം. അതിനായി ഞാൻ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി അടുപ്പത്തൊന്ന് ഇറക്കി വയ്ക്കാം. ഈ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടിയിൽ നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ കരിവേപ്പില ഇടാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ചെറിയ ഉള്ളിയും ആ വെണ്ടയ്ക്കയും കൂടെ പച്ചമുളകും കൂടെ ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പം തന്നെ ആ തക്കാളിയും കൂടെ അതിലോട്ടൊന്ന് ഇടാം. ഇനി നമുക്ക് തക്കാളിയും കൂടെ ഒന്നിടാം. വാടി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പിടാം. ഉപ്പ് ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട. ആ എണ്ണയിൽ കിടന്ന് തന്നെ അതൊന്ന് വെന്ത് കിട്ടും. ഇനി അടച്ച് വയ്ക്കാം. ഇനി ആ വറുത്ത് വെച്ച തേങ്ങാക്കൂട്ട് അരച്ചെടുത്തതാണ്. ഈ പരുവത്തിൽ അരഞ്ഞ് കിട്ടണം. നല്ലതുപോലെ അരയണം. അത് നമുക്ക് മാറ്റി വയ്ക്കാം. വെണ്ടയ്ക്കയും തക്കാളിയും നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അരച്ച് വെച്ച അരപ്പ് ഇനി നമുക്കിതിലേക്ക് ഒഴിക്കാം.
ശേഷം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. നല്ലതുപോലെ തിളച്ച് വരട്ട്. നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ശേഷം വെളിച്ചെണ്ണ ഇട്ട് കടുക് പൊട്ടിച്ച് നമുക്ക് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കടുക് പൊട്ടിച്ച് എടുക്കാം. അത് നമുക്കിനി ആ കറിയിലേക്ക് ഒഴിക്കാം. അതേ കറി റെഡിയായി വന്നിട്ടുണ്ട്. കുറുകി വന്നിട്ടുണ്ട് കറി. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. രുചികരമായ വെണ്ടയ്ക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.